ഹലോ ഗൈസ്, വെൽക്കം ടു കൊച്ചിക്കാരൻ്റെ കോട്ടയം കരി. ഇന്ന് ഞാനൊരു ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാലയൊക്കെ ഇട്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ അധികം എൻക്വയറീസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത്, ഇതിനെന്തെങ്കിലും വഴിപാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാമെന്ന്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണണം. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഏകദേശം 9:45 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അത് എറണാകുളത്തുനിന്ന്. അവിടെ എത്തിയപ്പോൾ ഒരു 12 മണി, ഏകദേശം ഒരു രാത്രി 12-12:30 ആയിട്ടുണ്ടാകും. ഞങ്ങൾ അവിടെ എത്തിയ ശേഷം 1-2 റൂമുകൾ കണ്ടു. പക്ഷെ നമുക്കതൊന്നും ഇഷ്ടമായില്ല. കാരണം ആ റേറ്റിന് പറ്റിയ അത്ര റൂമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പം കുടുംബശ്രീയുടെ ഡോർമെട്രി ഉണ്ട്. അത് ഒരാൾക്ക് 350 രൂപ അങ്ങനെയാണ്. അപ്പം അത് സെപ്പറേറ്റ്, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ആനിവേഴ്സറി ആണല്ലോ, അപ്പം ഞങ്ങളൊരു റൂം ഒന്നിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും നമുക്ക് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റിന് നമുക്ക് കിട്ടി. ഈസ്റ്റ് നടയിലുള്ള ഇൻ ടെമ്പിൾ ടൗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് അഗോഡ ആപ്പിലൂടെ കിട്ടി. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോകാമെന്ന്. ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്തു. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു അവിടെ. റൂം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഗേജ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിൻ്റെ അടുത്തൊന്ന് പോയി എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് 2 സെക്യൂരിറ്റി പോലീസുകാർ പറഞ്ഞു തന്നു 5 മണിക്കാണ് തെക്കേ നടയിലെ കൗണ്ടർ ഓപ്പൺ ആക്കുന്നതെന്ന്. അവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും 5-5:30 ആയപ്പം ഞങ്ങൾ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്നത് തെക്കേ നടയിലുള്ള കൗണ്ടറുണ്ട്. തെക്കേ നടയിലെ കൗണ്ടറിൽ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു 2-3 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊതുവെ അന്നത്തെ ദിവസം തിരക്ക് വളരെ കുറവായിരുന്നു. അതായത് കല്യാണങ്ങൾക്ക് തിരക്ക് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റി. ടിക്കറ്റ് ചാർജ് വരുന്നത് 750 രൂപയാണ് ഒരു വിവാഹം നടത്തുന്നതിന്. അത് രണ്ടാമത് കഴിക്കുന്നതാണെങ്കിലും ആദ്യത്തെ കല്യാണമാണെങ്കിലും ഏതാണെങ്കിലും 750 രൂപയായിരിക്കും ടിക്കറ്റ് ചാർജ്. അതുകൂടാതെ നമ്മളുടെ കൂടെ, അതായത് വിവാഹം നടത്തുന്ന ആളുടെ കൂടെ 24 പേർക്കേ പറ്റത്തുള്ളൂ. തെക്കേ നടയിലെ കൗണ്ടറിൽ 750 രൂപ അടച്ച് നമുക്ക് രസീത് എടുക്കാവുന്നതാണ്. അവിടെ അതുകൂടാതെ നമ്മൾ 2 ഫോട്ടോഗ്രാഫറും 2 വീഡിയോഗ്രാഫറിനും കൂടെ ചേർന്ന് 500 രൂപയാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് അടയ്ക്കേണ്ടത്. അതെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി പാസ് പോലെയാണ്. ഇത് ശരിക്കും 1ാമത് കല്യാണം കഴിക്കുന്നവർക്കും 2ാമതോ 3ാമതോ കല്യാണം കഴിക്കുന്നവർക്കും സെയിം റേറ്റ് തന്നെയാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ 2 രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് നേരിട്ട് വന്ന് വഴിപാട് കൗണ്ടറിൽ നിന്ന് രസീത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂവും, അത് നേരത്തെ നമുക്ക് ചെയ്യാം. അത് വെബ്സൈറ്റ് ത്രൂ ആണ്. www.guruvayurdevasamam.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെയും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. 2ലും സെയിം റേറ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മൾ നേരിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് നമുക്കൊരു ടൈം സ്ലോട്ട് കിട്ടും. ആ ടൈം സ്ലോട്ടിൽ നമുക്ക് കിഴക്കേ നടയിലുള്ള 1ാമത്തെ കല്യാണ മണ്ഡപത്തിൽ സെക്യൂരിറ്റി ഉണ്ടാവും, ഒരു പോലീസ് സെക്യൂരിറ്റി. ആളുടെ കയ്യിൽ നമ്മൾ രസീത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിനനുസരിച്ച് ഉള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ലഭിച്ച ടൈം സ്ലോട്ട് കുറച്ചധികം മുന്നോട്ടാണെങ്കിൽ, ഇൻ കേസ് അവിടെ തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് അപ്പം കല്യാണങ്ങൾ പൊതുവെ തിരക്ക് കുറവാണെങ്കിൽ നമുക്ക് നേരത്തെ കയറി താലിയല്ല മാല ചാർത്താനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇനി അതല്ല തിരക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടിയ ആ ടൈം സ്ലോട്ടിൽ വെയിറ്റ് ചെയ്ത് കയറാനേ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ രസീത് സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അകത്ത് പ്രവേശിക്കാവുന്നതാണ്. അകത്ത് ആ മണ്ഡപത്തിൽ കയറി നിൽക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെ നമുക്കൊരു പ്രത്യേകം ഒരു തിരുമേനി ഉണ്ടാവും. ആളുടെ കാർമ്മികത്വത്തിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി നമ്മൾ കയറുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളോ
നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിലോ അവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ആ ഒരു മണ്ഡപത്തിൽ കയറി നിൽക്കാനുള്ള ഒരു അവർക്കും കൂടെ അതിനുള്ളൊരു ഇതുണ്ട്. ഇനി അതല്ല നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തും എടുക്കാവുന്നതാണ്. ഇനി ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകം പൈസയൊന്നും അടയ്ക്കേണ്ട കാര്യം അവിടെ ഇല്ല. ആദ്യം തന്നെ നമ്മൾക്ക് അവിടുത്തെ തിരുമേനി ചന്ദനം തൊടും. അത് നമ്മൾ പരസ്പരം തൊടണം. ഓൾറെഡി നമ്മൾ കല്യാണം കഴിച്ചവരായതുകൊണ്ട് നമുക്കിവിടെ താലി അഴിച്ച് വീണ്ടും കെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കെട്ടിയ താലി പിന്നീട് അഴിക്കുകയില്ല. അതുകൊണ്ട് പൂമാല, അതായത് നമ്മുടെ തുളസിമാലയാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സോ ആ സമയത്ത് നമുക്ക് തിരുമേനി ഒരു നിർദ്ദേശങ്ങൾ തരും. അതിനനുസരിച്ചായിരിക്കും നമ്മളവിടെ ചെയ്യേണ്ടത്. മാലയും അണിയിച്ചതിന് ശേഷമാണ് സിന്ദൂരം നമുക്ക് അണിയിക്കാൻ തരുന്നത്. സിന്ദൂരം നമുക്ക് ആ സമയത്ത് ചാർത്താവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ കയ്യിൽ പിടിച്ച്, ഇപ്പം അച്ഛനോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ പിടിച്ച് തരും. അതല്ലാതെ ആരും ഇല്ലാതെ ആണെങ്കിൽ അവിടുത്തെ തിരുമേനി തന്നെ നമ്മുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു തരും. അത് നമ്മൾ സാധാരണ കല്യാണത്തിന് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള കാര്യങ്ങളായിരിക്കും. കൈ പിടിച്ച് തന്നതിന് ശേഷം നമ്മൾ ഒരു വട്ടം ഇത് മണ്ഡപത്തിന് ചുറ്റും ഒന്ന് വലം വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ നടയ്ക്ക് മുന്നിൽ പോയി തൊഴാവുന്നതാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് നമ്മുടെ തിരുമേനിക്കും നാദസ്വരം വായിച്ചവർക്കും ദക്ഷിണ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. ഞങ്ങൾ പോയി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഇനി കുറേ പേർക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടാമതൊന്നുകൂടെ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ഡൗട്ടുകളുണ്ട്. ശരിക്കും അതിനൊരു കുഴപ്പവുമില്ല. ഇപ്പം കുറേ അധികം കല്യാണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം നടത്താൻ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ കിടക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഒന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയി ഒന്ന് താലി ചാർത്തണം എന്ന് ആഗ്രഹങ്ങൾ ഉള്ളവർ പലരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് രാവിലെ 5 മണിക്ക് ശേഷം നേരിട്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ തെക്കേ നടയിലെ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ കിടപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് അവിടെ പോയി കല്യാണം കഴിക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പം ഭഗവാന്റെ മുന്നിൽ പോയി, അതിന് മുന്നേ തൊട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോയിട്ട് ഒന്ന് മാല ഇടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ അധികം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇപ്പം കൂടുതലും അങ്ങനെ നടത്തുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ ആഗ്രഹങ്ങളുള്ള ആരാണെങ്കിലും നേരിട്ട് പോയിട്ട് ഭഗവാന്റെ മുന്നിൽ പോയി മാലയിട്ട് ആ ആഗ്രഹം നടത്തേണ്ടതാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരുന്നതായിരിക്കും. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫറോ അങ്ങനെയൊന്നും ഇല്ല, വീഡിയോഗ്രാഫറൊന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഫാമിലി ഒന്നും ഇല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ കിഴക്കേ നടയുടെ വാതിൽ തന്നെ 1-2 സ്റ്റുഡിയോകളുണ്ട്. അവിടെ പോയി ഡയറക്റ്റ് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാല ഇട്ടിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് അവർ എടുത്തു തരുന്നതായിരിക്കും. അത് നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും പോയി കല്യാണം കഴിക്കണം. ഇനി ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവർ പോയി നടത്തണം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും മടിക്കാതെ, ചിലർക്കൊക്കെ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം സമയമൊക്കെ നോക്കി എങ്ങനെയാണെന്നൊക്കെ നോക്കി 2 പേരുടെ പോയി ഇതൊന്ന് ചെയ്യണം. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി രണ്ടാമത്, ഇത് ആദ്യത്തെ ആൾക്കാർക്ക് വേണ്ടിയല്ല, പ്രത്യേകിച്ച് ഞാൻ രണ്ടാമത് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി കല്യാണം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് താലി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, താലി നമ്മൾ അണിയിക്കുന്നില്ല. പകരം നമ്മൾ തുളസിമാലയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണിയിക്കുന്നത്. അപ്പം
അങ്ങനെ ഒരു ഇത് എല്ലാവരും ഒരു രണ്ടാം വിവാഹം അവിടെ പോയി നടത്തണം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ തൊട്ടടുത്ത് ചാവക്കാട് തന്നെ ആനക്കൊട്ടിലുണ്ട്, ആനക്കോട്ട. അവിടെ പോയി ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ എടുക്കണമെങ്കിൽ അതിനുമുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പം എല്ലാവരും പോയി കല്യാണമൊക്കെ കഴിച്ച്, ഇനി ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് വീഡിയോയിൽ എനിക്ക് കമൻറ്റ് ഇടണം. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ പോയി രണ്ടാമത് കല്യാണം കഴിക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് പറയണം കല്യാണം കഴിച്ചവർ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ. സോ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.